ബോസിൽ രാവിലെ പൂക്കളം ഇടുന്നിടത്ത് തന്നെ നല്ല വഴക്ക് നടക്കുകയാണ്. അനീഷും വീട്ടിലുള്ളവരും ചേർന്നാണ് വഴക്ക് നടക്കുന്നത്. കാരണം പൂക്കളം ഇടാൻ തുടങ്ങുന്നതിന് മുമ്പ് അനീഷ് ചെരുപ്പ് ഊരിയിടുന്നില്ല. ചെരുപ്പിടാതെ ഇട്ടോണ്ട് തന്നെ പൂക്കളം ഇടാനായിട്ട് ഒരുങ്ങുന്നു. അപ്പൊ അവിടെ പനിശരത്തും മറ്റുള്ളവരൊക്കെ പറയുന്നുണ്ട് ചെരുപ്പ് ഊരിയിടും. പുള്ളിക്കാരൻ അത് കേൾക്കാതെ വീണ്ടും അത് ഇട്ടോണ്ട് വീണ്ടും അതിടുന്നു. പിന്നെ അതിന്റെ പേരിലൊരു വഴക്കൊക്കെ അവിടെ നടക്കുകയാണ്. പിന്നെ അന്നേരം നമ്മുടെ അനീഷ് പറയുന്നുണ്ട്, ഞാൻ എന്ത് കാര്യം ചെയ്താലും അതിനെ തടസ്സപ്പെടുത്താനും എന്ത് കാര്യം ചെയ്താലും അതിനെ കുറ്റപ്പെടുത്താനും നെഗറ്റീവ് മാത്രം പറയാനേ ഈ വീട്ടിലുള്ളവരുള്ളു. പോസിറ്റീവായിട്ട് ആരും ഒന്നും മിണ്ടത്തില്ല. എല്ലാവരും കൂടെ ഒരുമിച്ച് എന്നെ അറ്റാക്ക് ചെയ്യും. ഇനി ഞാൻ മിണ്ടാതിരിക്കത്തില്ല, ഞാൻ ഇനി മിണ്ടും എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. ഇത്രയും നാള് ഞാനാണ് രാവിലെ പൂക്കളം ഇട്ടത്, ആർക്കും അതിന് സമയമില്ലെന്ന്. ശരിയാണ് കേട്ടോ. ആദ്യ ദിവസം അത് പൂക്കളം ഇടുന്നതിന് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അനീഷാണ് രാവിലെ റൂമിൽ പൂക്കളം എത്തുമ്പോൾ ചെന്ന് എടുക്കുകയും അത് കൊണ്ടുവന്ന് പൂക്കളം ഇടാൻ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം എല്ലാവരും കൂടിയിട്ടുണ്ട്. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, എന്നെ നെഗറ്റീവ് മാത്രം നിങ്ങൾ എന്നെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഷാനവാസും കയറി വെക്കുന്നുണ്ട്. ഷാനവാസരുടെ കൊടന്നൂരുകാരെ പറയിപ്പിക്കാൻ വേണ്ടി നീ എന്തിനാടാ ഇങ്ങനെ പറയുന്നതെന്ന് ഉടനെ ഷാനവാസിനോട് ചോദിക്കും, നീ എന്റെ നാട്ടുകാരെ കുറിച്ച് പറയരുത്, നിനക്ക് അതിനുള്ള യോഗ്യതയില്ല, എന്റെ നാട്ടുകാരെ പേരുച്ചരിക്കാനുള്ള നിനക്ക് യോഗ്യതയില്ലെന്ന്. പിന്നെ നമ്മുടെ അനീഷിന്റെ സ്ഥിരം പല്ലവികളുണ്ടല്ലോ, ആ പല്ലവികൾ ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട് അവിടെ.